Hello, guten Tag. Willkommen auf meinem Kanal. Welcome to my channel Easy German in Malayalam. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഡാമിറ്റ്, അതായത് ഈ ഡാമിറ്റും ഉംസും ഇത് രണ്ടും ഒരു പർപ്പസ്, ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗോള്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഈ രണ്ട് കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഡാമിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആയതിനാൽ, അതിനാൽ എന്നുള്ളൊരു മീനിങ്. സോ ദാറ്റ്. ഉംസു ആണെങ്കിൽ ഇൻ ഓർഡർ ടു. ഇപ്പം നമ്മൾ കുറേ സെൻറ്റൻസുകൾ ഇൻ ഓർഡർ ടു വെച്ചിട്ട് പറയാറുണ്ട്. മലയാളത്തിൽ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പം ചെയ്യുന്നതിന്, സാധിക്കുന്നതിന്, അതിനായി എന്നൊക്കെയുള്ളൊരു മീനിങ്ങാണ് വരിക. അത് നമ്മൾ എക്സാമ്പിൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും. ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു 3 സെൻറ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് അത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വോസോ, അല്ലെങ്കിൽ വാട്ട് ഫോർ വാട്ട് റീസൺ. നേരത്തെ പറഞ്ഞ പോലെ എന്തിനു വേണ്ടി, ഓക്കെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതിൽ ഡാമിറ്റ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, നെബൻസാറ്റ്സ്. ഓക്കെ, ഇറ്റ് ക്രിയേറ്റ്സ് നെബൻസാറ്റ്സ്. അതുപോലെ സബ്ജക്റ്റ് ക്യാൻ ബി സെയിം ഓർ ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 ഡിഫറെൻറ്റ് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കണക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? സബ്ജക്റ്റ് ക്യാൻ ബി സെയിം ഓർ ഡിഫറെൻറ്റ്. ആ 2 സെൻറ്റൻസുകളിലെയും, 2 ഡിഫറെൻറ്റ് സെൻറ്റൻസുകളിലെയും സബ്ജക്റ്റ് എന്തായിരിക്കാം? സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റും ആയിരിക്കാം. ഈ നെബൻസാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് എന്ത് ചെയ്യും? ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ നെബൻസാറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് ഉംസു. ഉംസു എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ് ക്ലോസ് ആണ്. ഇപ്പം ഈ വെർബ്, ഇപ്പം നമ്മൾ ഉംസു ചേർത്തിട്ട് എഴുതുന്ന സമയത്ത് ആ വെർബ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെയായിരിക്കും നമ്മൾ എഴുതുക. ഇപ്പം ഗേയൻ എന്നുള്ളൊരു വെർബാണെങ്കിൽ, ഇപ്പം ഐ എന്നുള്ള പേഴ്സണൽ പ്രൊണോമൻ ഇഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗേയ, ഇഷ് ഗേയ എന്ന് മാത്രം പറയാണ്ട് ഗേയൻ അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കും നമ്മൾ എഴുതുക. പിന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഡാമിറ്റിലാണെങ്കിൽ എന്താണ്? ഒന്നിൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതേസമയം ഉംസു ആണെങ്കിൽ 2 സെൻറ്റൻസുകളിലെയും സബ്ജക്റ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, സോ ഡാമിറ്റ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, നെബൻസാറ്റ്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി എഴുതിയേക്കുവാണ്. സെക്കൻഡ് പൊസിഷൻ വെർബ് എന്ത് ചെയ്യും? ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. ഉംസുവിൻ്റെ കാര്യമാണെങ്കിൽ ഇൻഫിനിറ്റീവ് ക്ലോസ്, വെർബ് ആം എൻഡ് ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സെൻറ്റൻസ്: ഇഷ് ലേർനെ ഡോയ്ച്ച്, ഇഷ് ഗെയർ nach ഡോയ്ച്ച്ലാൻഡ്. ഞാൻ ജർമ്മൻ പഠിക്കുന്നു, ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നു. 2 ഡിഫറെൻറ്റ് സെൻറ്റൻസുകൾ. ഇത് നമുക്ക് ഡാമിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം? ഇഷ് ലേർനെ ഡോയ്ച്ച്, ഡാമിറ്റ് ഇഷ് nach ഡോയ്ച്ച്ലാൻഡ് gehe. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഇഷ് ലേർനെ ഡോയ്ച്ച്, ആ സെൻറ്റൻസ് ഹൗപ്റ്റ് സാറ്റ്സ്, മെയിൻ സാറ്റ്സ് അതുപോലെ നമ്മൾ എഴുതി. കോമയ്ക്ക് ശേഷം നമ്മൾ ആ കണക്ടർ ഡാമിറ്റ് എഴുതി, സബോർഡിനേറ്റ് കൺജങ്ഷൻ. അതിനുശേഷം എന്താണ്? സബ്ജക്റ്റ് അതുപോലെ എഴുതി. വെർബ് എന്താ ഉണ്ടായ? സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയി. വെർബ് ആം എൻഡ്. ഓക്കെ, സോ എളുപ്പമല്ലേ ഇതിൽ? ഈ ഡാമിറ്റ്, അതായത് നമ്മുടെ കണക്ടർ യൂസ് ചെയ്തിട്ട് വരുന്ന ഈ സെൻറ്റൻസ് എന്താണ്? നെബൻസാറ്റ്സ്. സോ അപ്പോൾ ഇതിൻ്റെ മലയാളം മീനിങ് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ജർമ്മൻ പഠിക്കുന്നു, ആയതിനാൽ ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നു. അപ്പം ഞാൻ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ഒരു പർപ്പസ്, അതായത് ജർമ്മൻ പഠിക്കുന്നു, എന്തിന് പഠിക്കുന്നു, അതാണ് ഞാൻ മുകളിൽ കൊടുത്തത്. വോസോ, അതായത് വാട്ട് ഫോർ വാട്ട് റീസൺ. അതായത് ഞാൻ ജർമ്മൻ പഠിക്കുന്നു, എന്തിന്, അതിനുള്ള ഒരു പർപ്പസാണ് സെക്കൻഡ്
സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ഞാൻ ജർമ്മൻ പഠിക്കുന്നു ആയതിനാൽ ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ ആയതിനാൽ, അതിൻ്റെ ഒരു റിസൾട്ടാണ് സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നത്. ഓക്കെ, അതായത് ഐ ആം ലേണിംഗ് ജർമ്മൻ സോ ദാറ്റ് ഐ ഗോ ടു ജർമ്മനി. ഇനി ഇത് ഉംസ് വെച്ചിട്ട് നമുക്കെങ്ങനെ പറയാം? ഇഷ് ലേർne ഡോയ്ച്ച് nach Deutschland zu gehen. ഓക്കെ, അതായത് രണ്ട് സെൻറ്റൻസിലെയും സബ്ജക്റ്റ് സെയിം ആയതുകൊണ്ടാണ് നമുക്കിത് ഉംസ് വെച്ചിട്ട് എഴുതാൻ പറ്റുന്നത്. ഇപ്പം ഉംസ് വന്നപ്പോഴത്തേക്ക് കോമയ്ക്ക് ശേഷം അതിനുശേഷം സബ്ജക്റ്റ് എഴുതേണ്ട കാര്യമില്ല. നഹ് ഡോയ്ച്ച്ലാൻഡ് സു ഗേൻ, ആ വെർബിന് മുമ്പായിട്ടാണ് നമ്മൾ ആ സു ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഉംസു എഴുതുമ്പോഴത്തേക്ക് സബ്ജക്റ്റ് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ദാറ്റ് നമുക്ക് എന്താണ് ഇവിടെ വീണ്ടും സബ്ജക്റ്റ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ് വരുന്നത്? ഐ ആം ലേർണിംഗ് ജർമ്മൻ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി. അതായത് ഞാൻ ജർമ്മൻ പഠിക്കുന്നു. രണ്ടാമത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അത് എങ്ങനെ എനിക്ക് വരുന്നതെന്ന് അറിയത്തില്ല, ആ മലയാളം അതെങ്ങനെ പറയണ്ടേന്ന്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് ഇൻ ഓർഡർ ടു, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഐ ആം ലേണിംഗ് ജർമ്മൻ ഇൻ ഓർഡർ ടു ഗോ ടു ജർമ്മനി. ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ജർമ്മൻ പഠിക്കുന്നു. ഇവിടെയും ആദ്യത്തേത് ഹൗപ്റ്റ്സാറ്റ്സ്. സോ കോമ ഇതൊന്നും ഇടാൻ നിങ്ങൾ മറക്കരുത്, കോമ ഇടാൻ മറക്കരുത്. എക്സാമിനൊക്കെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ ദെൻ നഹ് ഡോയ്ച്ച്ലാൻഡ് സു ഗേൻ. ഇവിടെ ശ്രദ്ധിക്കണേ, ഈ വെർബ് എന്താണ്? ഈ ഇതിൽ സെക്കൻഡ് പൊസിഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഗേൻ എന്നുള്ള വെർബ് ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അതിന് ഇൻഫിനിറ്റീവ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അതേസമയം ഡാമിറ്റ് യൂസ് ചെയ്തപ്പോഴോ നമ്മൾ ഇത് ഇവിടെ നമ്മൾ കോൺജുഗേറ്റഡ് ഫോമിലാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, അതുപോലെ തന്നെ ഈ എന്ന് പറയുന്നതും സു എന്ന് പറയുന്നതും രണ്ട് പ്രിപ്പോസിഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെ അത് പ്രിപ്പോസിഷൻ അല്ല, നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ അതിൻ്റെ പ്രിപ്പോസിഷൻ ആ ഒരു മീനിങ് അല്ല ഇവിടെ വന്നിരിക്കുന്നത് ഉംസ് സെൻറ്റൻസിൽ. ഓക്കെ, ഇനി നമുക്കൊരു സെൻറ്റൻസ് ചെയ്ത് നോക്കാം. ഇഷ് ട്രൈബ് സ്പോർട്ട് ഇഷ് ബ്ലൈബ് ഫിറ്റ്. ഇവിടെ ഈ ട്രൈബ്, ഈ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം ട്രൈബൻ. അപ്പം ഒരു സ്പോർട്ട്, അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയെ സംബന്ധിച്ചുള്ളൊരു സെൻറ്റൻസ് പറയുമ്പോൾ ടു ഡു, ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ട്രൈബൻ എന്ന് പറഞ്ഞ വെർബ് യൂസ് ചെയ്യാം. ഇപ്പം ടു ഡു, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ട്രൈബൻ മീൻസ് ടു ഡു, അത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അതേസമയം ബാക്കിയുള്ള ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിൽ ബാക്കി സെൻറ്റൻസിൽ ഇപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു. ഇഷ് മഹ ദി ഹൗസ് ഓഫ് കാബ. അവിടെ ഇഷ് ട്രൈബ് ദി ഹൗസ് ഓഫ് കാബ എന്ന് പറഞ്ഞാൽ അത് തെറ്റായിപ്പോവും. ഓക്കെ, ഇനി ഇത് നമുക്ക് നോക്കാം. ഈ രണ്ട് കണ്ടീഷൻസും, അതായത് ഡാമിറ്റും ഉംസും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? സബ്ജക്റ്റ് രണ്ട് സെൻറ്റൻസിൽ സെയിം ആണോ എന്ന് നോക്കും. ഇപ്പം ഡാമിറ്റിൻ്റെ കേസിൽ നമുക്ക് സബ്ജക്റ്റ് സെയിം ആവണമെന്നില്ല, ഡിഫറെൻ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. അതേസമയം ഉംസുവിലാണെങ്കിൽ സെയിം ആയിരിക്കണം. ഇതിപ്പോൾ കണ്ടീഷൻസ് ഓക്കെയാണ് അല്ലേ. ഇനി നമുക്ക് ആദ്യത്തെ ഡാമിറ്റ് വെച്ചിട്ട് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഇഷ് ട്രൈബ് സ്പോർട്ട് കോമ ഡാമിറ്റ്. ഇനി എന്താണ് എഴുതേണ്ടത്? ഇഷ് ഫിറ്റ് ബ്ലൈബ്. സോ നമ്മളിവിടെ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ സെയിം അതേപോലെ എഴുതി, പിന്നെ നമ്മൾ കോമ ഇട്ടു, അതിന് ശേഷം നമ്മുടെ കണക്ടർ ഇവിടെ യൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഓക്കെ,
അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതി, ദെൻ ബാക്കി ഉള്ള ഫിറ്റ്, ദെൻ സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് ലാസ്റ്റ് വന്നു, എൻഡ്. ഓക്കെ, ഇനി ഉംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ സ്പോർട്ട് ചെയ്യുന്നു ആയതിനാൽ എനിക്ക് എന്താണ് നല്ല ഫിറ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഉംസു ആണെങ്കിൽ ich treibe Sport, അതിനുശേഷം fit zu bleiben. Okay, ich treibe Sport, fit zu bleiben. ഓക്കെ, നമ്മളിവിടെ കോമയ്ക്ക് ശേഷം എഴുതി, അതിന് ശേഷം ആ സെൻറ്റൻസിലുള്ള ഫിറ്റ്, പിന്നീട് സു, ലാസ്റ്റ് ബ്ലൈബൻ. അതെന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് കിട്ടുവാണെങ്കിൽ 2 സെൻറ്റൻസിലെയും സബ്ജക്റ്റ് സെയിം ആണോ നോക്കുക. സെയിം ആണെങ്കിൽ നമുക്ക് ഉംസു എഴുതാൻ പറ്റും. അതേസമയം ഡാമിറ്റനാണെങ്കിൽ സബ്ജക്റ്റ് സെയിമും ആയിരിക്കാം, ഡിഫറൻറ്റും ആയിരിക്കാം, കുഴപ്പമില്ല. പിന്നെ ഉംസു എഴുതുമ്പോഴത്തേക്ക് ഈ വെർബ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തൊരു സെൻറ്റൻസ് കൂടി ചെയ്യാം. Ich übe sprechen. Ich spreche fließend Deutsch. ഞാൻ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ജർമ്മൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു. ഓക്കെ, ഇതിൽ ഈ സ്പ്രെഷൻ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെൻറ്റൻസിലും സ്പ്രെഷ ഉണ്ട്. അപ്പം ഇത് ഞാൻ ഈ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഈ എസ് എഴുതിയിരിക്കുന്നത്. ഇതാണെങ്കിലോ സ്മോൾ ലെറ്റർ. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നൗൺ എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. വെർബ് എഴുതുമ്പോഴത്തേക്കോ അത് സ്മോൾ ലെറ്ററിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് ഈ സെൻറ്റൻസ് ഡാമിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Ich übe sprechen, ഡാമിറ്റ്. എന്താണ് ഡാമിറ്റ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ich fließend, ഫ്ലീസൻ്റ് കഴിഞ്ഞിട്ട് പിന്നീട് Deutsch, സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് എൻഡ്, എൻഡിങ്ങിലേക്ക് പോകും. ഓക്കെ, ഇഷ്പ്രഷ അതുപോലെ തന്നെ നമ്മൾ എടുത്തെഴുതി. ഇത് ഇൻഫിനിറ്റീവ് ഫോമിൽ എഴുതേണ്ട കാര്യമില്ല, കാര്യം ഉംസുവിലാണ് നമ്മൾ അങ്ങനെ എഴുതേണ്ടത്. ഓക്കെ, Ich übe sprechen, damit ich fließend Deutsch spreche. ഓക്കെ, ഇനി ഇത് ഉംസു വെച്ചിട്ട് നമുക്ക് എഴുതാം. Ich übe sprechen, സബ്ജക്റ്റ് എഴുതേണ്ട കാര്യമില്ല, fließend Deutsch zu വെർബിന് മുമ്പായിട്ട്. ഇനി എന്താണ് ഇതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം? sprechen. ഓക്കെ, സോ ich übe sprechen, fließend Deutsch zu sprechen. ഓക്കെ, ആദ്യം പറഞ്ഞു I practice speaking, I speak fluent German. ഇനി അത് ഡാമിറ്റ് വെച്ച് വന്നപ്പോൾ I practice speaking so that I speak fluent German. ഉംസ് വെച്ചിട്ട് വന്നപ്പോഴോ I practice speaking in order to speak fluent German.
ഓക്കെ, ഇനി ഇതിൽ ഞാനൊരു 3 സെൻറ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളത് ഡാമിറ്റ് വെച്ചിട്ടും ഉംസു വെച്ചിട്ടും നിങ്ങളത് എഴുതി നോക്കുക. സബ്ജക്റ്റ് സെയിം ആണോ നോക്കുക. ഉംസുവിൻ്റെ കണ്ടീഷൻ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. എൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.